PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉപസമിതി ചേരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ റിപ്പോർട്ടറിനോട്. അന്തിമ തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കും. രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും N. ഷംസുദ്ദീൻ. PM-ശ്രീയിലെ ഉപസമിതി ചേർന്നിരുന്നു, ഒന്നിൽ കൂടുതൽ തവണ ചേർന്നിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ പിന്നെയും ഈ സമിതി അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയമൊക്കെ നടത്താറുണ്ട്. വൈകാതെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പിന്നെ മുഖ്യമന്ത്രിക്കും നൽകും. അത് രാഷ്ട്രീയമായൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതിൽ. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കൃത്യമായ സ്റ്റാൻഡ് വൈകാതെ വരും. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഉപസമിതി വീണ്ടും യോഗം ചേരും. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. ഈ ഉപസമിതിയുടെ തീരുമാനം മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്ന് മന്ത്രി. മാധു, അതാണ് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയോട് അന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ 3 തവണ ഉപസമിതി ചേരുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഉപസമിതി യോഗം കൂടി ചേരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ എന്ന് ചേരുമെന്ന കാര്യത്തിലായിരുന്നു ഒരു വ്യക്തത വരാതിരുന്നത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ആ യോഗം ചേരുമെന്നുള്ളതാണ്. കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞില്ല എങ്കിൽ പോലും ഉടൻ തന്നെ അത് ചേരും. ഒപ്പം തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് നൽകുന്ന രീതിയിൽ ക്രമീകരണം ഒരുക്കുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ വലിയ തരത്തിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിലുണ്ടായിരുന്നു. ലീഗിന്റെ അഭിപ്രായങ്ങൾ അത് N. ഷംസുദ്ദീനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉപസമിതി യോഗം ചേരുമ്പോൾ ഈ തീരുമാനം അറിയിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു സാമ്പത്തിക സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം ഈ പദ്ധതിയുമായി എന്നുള്ളൊരു നിർദ്ദേശം ചില ആളുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇത്രയധികം എതിർത്ത ഒരു പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം മറ്റു ചിലർ കൂടി മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ധാരണയിലെത്താൻ, രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അടുത്ത ഉപസമിതി ചേരുമ്പോൾ അതിലൊരു അന്തിമ തീരുമാനം എടുക്കുക, ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുക, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളൊരു നീക്കത്തിലാണ് നിലവിലിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മാധു. സുനിഷ എല്ലൂർ വിവരങ്ങൾ നൽകിയത്.